നമസ്കാരം, VCB ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ VC മനോജ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. ചെറുതുരുത്തിയിൽ ഇരുചക്രവാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്നയാൾ മരിച്ചു. വരവൂർ പെരുങ്കുന്ന് നഗറിൽ സുബ്രഹ്മണ്യന്റെ മകൻ 52 വയസ്സുള്ള ബാബുവാണ് മരിച്ചത്. ചെറുതുരുത്തി നമ്പ്യാർ പള്ളത്തിന് സമീപം വ്യാഴാഴ്ചയാണ് ബൈക്കുകൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. കോരിച്ചൊരിയുന്ന മഴയത്തും തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ടിനെത്തിയത് ആയിരങ്ങൾ. ഭക്തരുടെയും ആനകളുടെയും മനം നിറച്ച ആനയൂട്ടിന് 50 ആനകളാണ് ഇത്തവണ എത്തിയത്. വടക്കുംനാഥനെ വണങ്ങി പടിഞ്ഞാറേ ഗോപുര നടവഴിയാണ് ആനകൾ തിരുമുറ്റത്തെത്തിയത്. മന്ത്രി OJ ജനീഷും MLA ചാണ്ടി ഉമ്മനും രാജൻ പല്ലനും ചടങ്ങിൽ പങ്കെടുത്തു. രാമകഥാ പുണ്യവുമായി കർക്കടകം പിറന്നതോടെ ക്ഷേത്രങ്ങളിൽ രാമായണ മാസാചരണത്തിന് ഭക്തിസാന്ദ്രമായ തുടക്കം. ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കർക്കടക മാസാചരണത്തിന് രാവിലെ നടന്ന ഗണപതി ഹോമത്തിനും വിശേഷാൽ പൂജകൾക്കും ശേഷം മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ദിവസേന നടക്കുന്ന രാമായണ പാരായണത്തിന് തുടക്കമായി. മുള്ളൂർക്കരയിൽ വീടുകളുടെ മതിലുകൾ തകർത്ത് കാട്ടാന. വാഴക്കോട് പ്ലാഴി റോഡിൽ ആറ്റൂരിലാണ് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി നാശം വിതച്ചത്. പുലർച്ചെയോടെ പ്രദേശത്തിറങ്ങിയ കാട്ടാന പുതുവീട്ടിൽ ഹുസൈൻ്റെ വീട്ടുവളപ്പിലെ മതിലുകളും വലിയ വീട്ടിൽ ദേവകിയുടെ വീടിന്റെ മതിലും തകർത്തു. കാട്ടാനകളെ തുരത്താൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ.